ഹലോ ഗൈസ്, നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി അയക്കൂറ മുളകിട്ടതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ട് അതിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഒരു പിഞ്ച് ചെറിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള മതി. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അങ്ങനെ അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴந்து വരുന്നവരെ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്ത് വെച്ച തക്കാളി ഒന്ന് മിക്സിയിലെടുത്തിട്ട് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ ഈ സവാളയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, എരിവിനനുസരിച്ചിട്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ പൊടികൾ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തക്കാളി പ്യൂരിയാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പുളിവെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ അയില പോലത്തെ അയക്കൂറയാണ് നമുക്ക് കിട്ടിയത്. പേരിന് അയക്കൂറ. പിന്നെ മീനിൻ്റെ ഇന്നത്തെ വിലക്കെല്ലാം നമുക്ക് ഈ ഒരു മീൻ തന്നെ ധാരാളം, ഭയങ്കര വിലയല്ലേ. അപ്പോൾ അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക, മീൻ വെന്ത് വരുന്നവരെ. അപ്പോൾ നമ്മൾ നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള അടിപൊളി കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കാൻ പൊറോട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് കിട്ടുന്ന മുളകിട്ട കറീൻ്റെ സെയിം ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊറോട്ടൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.